ലിസ എന്ന ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. ക്ലാസ്മേറ്റ്സിന്റെ ജഡ്ജ് ചെയ്യുന്ന നോട്ടങ്ങളിൽ പതറാതെ അവൾ ക്ലാസ് ടോപ്പറായി. ആ പെൺകുട്ടിയുടെ അടുത്തുകൂടെ ഇപ്പോൾ പോയ ഈ പയ്യനാണ് അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ. അവളെ കണ്ടിട്ടും ആ പയ്യന്റെ മുഖത്ത് നിസ്സംഗഭാവം മാത്രമാണുള്ളത്. അപ്പോഴാണ് സ്കൂളിലേക്ക് പുതിയതായി വന്ന ട്രാൻസ്ഫർ സ്റ്റുഡന്റിനെ അവൻ ശ്രദ്ധിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ പെൺകുട്ടിയാണ് തന്റെ പുതിയ ഇര എന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് നാനോ എന്നാണ്. അവൾ സാത്താന്റെ പുത്രിയായിരുന്നു. ഒരു ട്രാൻസ്ഫർ സ്റ്റുഡന്റ് ആയിട്ടാണ് അവൾ ഈ സ്കൂളിലേക്ക് വന്നത്. നാനോ ആ ക്യാമ്പസിലെ ഏറ്റവും ഇവിളായിട്ടുള്ള ആ പയ്യനെ നോട്ടമിട്ട് കഴിഞ്ഞിരുന്നു. അവനും നാനോയെ തന്റെ ഇരയാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാനോയോട് ദയ തോന്നി അവളുടെ ക്ലാസ്മേറ്റ് ആ പയ്യനിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് വാൺ ചെയ്യും. കാരണം ആ പയ്യൻ ഹെഡ് മാസ്റ്ററിന്റെ ഒറ്റ മകനായിരുന്നു. അവന്റെ പേര് ജാക്ക് എന്നാണ്. ഓൾറെഡി ജാക്ക് 10ൽ കൂടുതൽ പെൺകുട്ടികളെ തന്റെ ഇരയാക്കി കഴിഞ്ഞിരുന്നു. തന്റെ ആവശ്യം കഴിഞ്ഞ് ജാക്ക് ആ പെൺകുട്ടികളെല്ലാം നിർദ്ദയം ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷെ നാനോ ജാക്കിനോട് പെട്ടെന്ന് തന്നെ അടുത്തു. ലഞ്ച് ടൈമൊക്കെ അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. ഫസ്റ്റ് ഡേ തന്നെ അവരൊരു കപ്പിളായി. ജാക്കിന് നാനോയെ തന്റെ റൂമിലെത്തിക്കാൻ എത്ര ദിവസം എടുക്കുമെന്ന് ഗസ് ചെയ്തുകൊണ്ട് അവന്റെ ഫ്രണ്ട്സ് ബെറ്റ് വരെ വെച്ചു. ഈ സമയം ലിസ നാനോയോട് ജാക്കിന് നെക്സ്റ്റ് വിക്ടിം ആകരുതെന്ന് പറഞ്ഞ് അവളെ വാൺ ചെയ്തു. അപ്പോൾ നാനോ ലിസയോട് പറയും, സ്വയം ഒരു ഇരയാണെന്ന് കരുതുകയാണെങ്കിൽ നീ അത് തന്നെയായി തീരുമെന്ന്. അങ്ങനെ 3ാമത്തെ ദിവസം ജാക്ക് തന്റെ ആവശ്യം ഫുൾഫിൽ ചെയ്തു. തന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞ് ജാക്ക് എല്ലാവരുടെയും മുന്നിൽ കൂടി ഷോ ഓഫ് കാണിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങും. നാനോയെ തന്റെ ഇഷ്ടത്തിന് അനുസരിപ്പിച്ചെടുക്കാൻ അവന് വെറും 3 ദിവസവും 3 മണിക്കൂറും 33 മിനിറ്റ് മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ. അതുവഴി ജാക്ക് തന്റെ പ്രീവിയസ് റെക്കോർഡ് വീണ്ടും തിരുത്തി. അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് എല്ലാവരും ആരാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് ആൻസർ ചെയ്തതെന്നറിയാൻ തങ്ങൾ ബെറ്റ് വെച്ച് സ്ലിപ്പ് എടുത്ത് പരിശോധിക്കാൻ തുടങ്ങും. ചിലർ ഗസ് ചെയ്തത് 8 ദിവസം എന്നാണ്, മറ്റു ചിലർ 5 ദിവസം എന്നൊക്കെ. മിക്കവരുടെയും പ്രഡിക്ഷൻ വളരെ ക്ലോസ് ആയിരുന്നു. പക്ഷെ ആർക്കും കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് നാനോ അവിടേക്ക് വരുന്നത്. അവളൊരു സ്ലിപ്പ് എടുത്ത് ഉറക്കെ വായിക്കാൻ തുടങ്ങും. അതിൽ എഴുതിയിരുന്ന സമയം കറക്റ്റ് മാച്ചായി. 3 ദിവസവും 3 മണിക്കൂർ 33 മിനിറ്റും. ആ ബെറ്റ് വെച്ചത് മറ്റാരുമായിരുന്നില്ല, അത് നാനോ തന്നെയായിരുന്നു. എല്ലാവരും ഷോക്കായി പോകും. ഈ സമയമാണ് ജാക്ക് അവിടേക്ക് കയറി വരുന്നത്. നാനോ അപ്പോൾ ജാക്കിന് ആ സ്ലിപ്പ് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. അധികം വൈകാതെ നടത്തിയ ഒരു ഫിസിക്കൽ എക്സാമിനേഷനിൽ ജാക്ക് ഒരു കാര്യം ഡിസ്കവർ ചെയ്തു. അതായത് ഒരു മെയിലായ ജാക്ക് എങ്ങനെയോ പ്രഗ്നന്റ് ആയിരിക്കുന്നു.